ജിൻഡോ ജോൺ, അങ്ങനെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ സമസ്ത മേഖലകളിലും കേരളത്തിന് തിരിച്ചു നടക്കേണ്ടി വരും. ഓർമ്മയുണ്ടല്ലോ, ഇരുണ്ട കാലം എന്നുള്ളതായിരുന്നു വലിയ പ്രചാരണം. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സതീശൻ പറയുന്ന നുണകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഒരു വലിയ സൈബർ സംവിധാനം ഇപ്പുറത്തുണ്ടായിരുന്നു. ഇതിനൊക്കെ മറുപടി പറയാനുള്ള സമയം പോലും കിട്ടാത്ത ചുരുങ്ങിയ സമയം, 25 ദിവസം കഷ്ടിയാണ്. മാധു, അങ്ങനെ ഒരു പ്രയാസം ഞങ്ങൾക്കില്ല. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പറയുന്ന മുദ്രാവാക്യങ്ങൾ, പ്രചരണ വാചകങ്ങൾ തന്നെ ആവർത്തിക്കേണ്ട സമയം ഞങ്ങൾക്കുള്ളൂ. അത് ധാരാളം. ഞങ്ങൾക്ക് ആരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം നോക്കുമ്പോൾ അതിനിടയിൽ ഈസ്റ്റർ ഉണ്ട്, ദുഃഖവെള്ളിയുണ്ട്, പെസഹാവ്യാഴമുണ്ട്, വിഷു ഉണ്ട്, പെരുന്നാളുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. കുറേ ദിവസം അങ്ങനെ നഷ്ടപ്പെടുമെങ്കിലും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇത് പ്രഖ്യാപിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും CPM ഇത് നേരത്തെ അറിഞ്ഞിരുന്നു. എത്ര എളുപ്പത്തിൽ അവർ സീറ്റ് പ്രഖ്യാപിക്കുന്നു, ജാഥ നടത്തുന്നു, ഇതൊക്കെ നടത്തുന്നു. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. CJP ആകുമ്പോൾ അത്തരത്തിലുള്ള ചില മുന്നണി സൗകര്യമൊക്കെ അവർക്ക് കിട്ടും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെതിരെ ഞങ്ങൾ 10 കൊല്ലം മുമ്പ് നടത്തിയത് ഇരുട്ടുള്ള കാലമായിരുന്നു. VD സതീശൻ നുണ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തിയ ആളുകൾ, ഇവരുടെ PR നേതാവൊക്കെ ഇപ്പൊ എവിടെയുണ്ട്? അതിനകത്ത് വലിയ പൊട്ടിത്തെറിയായിരുന്നു അതിനുശേഷം. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ കുഞ്ഞിക്കണ്ണൻ മാഷ് പറഞ്ഞ പോലെ എന്താ അദ്ദേഹം പറഞ്ഞ നിയോ ലിബറൽ പോളിസിയാണ് കോൺഗ്രസിന്റെ എന്ന്. എടുത്താൽ പൊങ്ങാത്ത വാക്കുകളൊന്നും പറയണ്ട, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, ജനങ്ങളുടെ അവകാശമാണ്. ഞാൻ താങ്കൾ പറഞ്ഞ വാചകത്തെ 100% പിന്തുണയ്ക്കുന്നു. പക്ഷെ ക്ഷേമ പെൻഷൻ 6 മാസം കുടിശ്ശികയായപ്പോൾ ഹൈക്കോടതിയിൽ പോയി അത് മുറയിൽ തെറ്റാതെ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാരിന്റെ വക്കീല് ഹൈക്കോടതിയിൽ പറഞ്ഞത് ക്ഷേമ പെൻഷൻ സാധാരണക്കാരുടെ അവകാശമല്ല, സർക്കാരിന്റെ ഔദാര്യമാണ്. സമാനമായ വാക്കുകൾ പിന്നെ നമ്മൾ കേട്ടു. എപ്പോഴാ സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA 286 മാസം ഔദാര്യമാണെന്ന് സർക്കാർ വക്കീലാണല്ലോ പറയുന്നത്. സർക്കാർ വക്കീൽ എന്തിനാണ് പറയുന്നത്? ഇവര് തിരുത്തിയിട്ടുണ്ടോ? അങ്ങനെയല്ല സംഭവിച്ചതെന്ന്. പിന്നെ അവകാശമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവകാശമാണെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഔദാര്യമാണെന്ന് പറഞ്ഞിട്ടില്ല. കുടിശ്ശിക പിന്നെ എന്താണ് പറഞ്ഞ മാധു പറഞ്ഞു? അല്ല, ഔദാര്യം പറഞ്ഞിട്ടില്ല. അവകാശമല്ല എന്നൊരു അവകാശമല്ല എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിലും ഔദാര്യമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഔദാര്യമല്ലെങ്കിൽ, അവകാശമല്ലെങ്കിൽ പിന്നെ ഇവര് ബക്കറ്റ് പിരിവെടുക്കുന്ന പണത്തിൽ നിന്നാണോ ഈ DA കൊടുക്കാൻ പോകുന്നത്, പെൻഷൻ കൊടുക്കാൻ പോകുന്നത്? പിന്നെ എന്താണ്? സാധാരണക്കാരുടെ അവകാശമല്ലേ പെൻഷൻ? സാധാരണക്കാരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവകാശമല്ലേ DA 286 മാസത്തെ കുടിശ്ശിക? അത് രണ്ടും അവകാശമല്ലേ? സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ അവകാശമില്ല. നമ്മൾ പതിറ്റാണ്ടുകളായി ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം തന്നെയാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും ഡോക്ടർ ജിൻഡോ ജോൺ ചോദിക്കേണ്ടത്, സർക്കാർ അവകാശമല്ല എന്ന് പറഞ്ഞു, പിന്നെന്താ ഔദാര്യമാണോ എന്ന് ചോദിക്കുന്നതും സർക്കാർ അവകാശമല്ല ഔദാര്യമാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നതും രണ്ടാണ്. നമ്മൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പറയേണ്ട എന്റെ ചുമതലയാണ്. അങ്ങേക്ക് തുടരാം. അപ്പൊ മാധു, ഞാൻ പറഞ്ഞ വാക്കിന്റെ ക്രമീകരണത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ? നിങ്ങൾ എന്നോട് ക്ഷമിക്കും, ഞാൻ തിരിച്ചു പറയാം. ഇത് സാധാരണക്കാരുടെ അവകാശമാണെന്ന് കുഞ്ഞിക്കണ്ണൻ സമ്മതിച്ചു തരുന്നുണ്ടോ? എങ്കിൽ സർക്കാർ പറയണം ഇത് അവകാശമല്ല എന്ന് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് തിരുത്താൻ തയ്യാറാണോ? സർക്കാർ വക്കീൽ പറഞ്ഞ ന്യായവാദങ്ങൾ തെറ്റാണെന്ന് പറയാൻ തയ്യാറാണോ? ഇപ്പോഴെങ്കിലും നിങ്ങൾ സമ്മതിക്കോ ക്ഷേമ പെൻഷൻ സാധാരണക്കാരുടെ അവകാശമാണ്, DA 286 മാസത്തെ DA കുടിശ്ശിക സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവകാശമാണ്? നിങ്ങൾ സമ്മതിക്കോ? ക്ഷേമനിധികൾ 18, 19, 21, 22 മാസമായിട്ടുള്ള വിവിധ ക്ഷേമനിധികൾ കുടിശ്ശികയാണ്, അത് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ അവകാശമാണ്. ഈ സർക്കാർ സമ്മതിക്കുമോ? എന്നിട്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇത് കുടിശ്ശിക വരികയും കൊടുക്കാതിരിക്കുകയും ചെയ്തത്? അപ്പോൾ സർക്കാരിന്റെ ഔദാര്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ മതിയോ മാധു? അദ്ദേഹം മറുപടി പറയട്ടെ, കാരണം അദ്ദേഹം അത് പറഞ്ഞല്ലേ. ഡോക്ടർ ജിൻഡോ ജോൺ പറയുന്നില്ല, ഞാൻ കേട്ടില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് മാധുപൊക്കോ. ഇവിടെ വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു, ആരോഗ്യ രംഗത്ത് ബ്ലാക്ക് സ്റ്റോണോ മറ്റാരൊക്കെ വരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിദേശ യൂണിവേഴ്സിറ്റികളെയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെയും ചുമപ്പ് വരവധാനി തിരിച്ച് സ്വീകരിക്കുമെന്ന് പറഞ്ഞ വിജ്ഞാനോദയ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞ് ബജറ്റ് അവതരിപ്പിച്ച സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ, അല്ലേ? ഇത് നമ്മൾ മറക്കാൻ പാടുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ സ്വകാര്യ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ആരോഗ്യ സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ ഇടിഞ്ഞു വീഴുന്ന ആശുപത്രികളോട് മാത്രം കേരളത്തിലെ ആരോഗ്യ രംഗത്തെ എല്ലാ കാര്യങ്ങളും നടക്കുമോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്,
ഇവർ സ്പ്രിംഗ്ലർ ഡാറ്റ, ആരോഗ്യ ഡാറ്റ വിദേശ സംവിധാനങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ വെച്ച ഒരു സർക്കാർ കേരളത്തിൽ പറയാണ് വിദേശ സംവിധാനങ്ങൾ ഞങ്ങളിവിടെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? തരാതരം പോലെ തെരഞ്ഞെടുപ്പാകുമ്പോൾ മാറ്റി പറഞ്ഞുകൂടാ. ഓക്കെ, എനിക്ക് മറ്റതിഥികളേക്കാണ് ഞാൻ പോകേണ്ടത്. കെട്ടി അവകാശമാണെന്ന് പറഞ്ഞപ്പോൾ കോടതിയിൽ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു ഡോക്ടർ ജിൻഡോ ജോൺ. ചുരുങ്ങിയ വാക്കിൽ പറയണേ, അങ്ങയുടെ അവസരമല്ല, എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം. ഇടതുപക്ഷത്തിന്റെ ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ അവകാശമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? ഏതെങ്കിലും ഒരു അവിടെ ബിറ്റിൽ തെറ്റായ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, അത് ഇടതുപക്ഷത്തിന്റെ നയമാണ്. ആ അവിടെ ബിറ്റ് സർക്കാർ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2003 ശ്രീമാൻ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ജനുവരി 16 ഒരു ഉത്തരവുണ്ട്. മാധുവിന് ഓർമ്മയുണ്ടാവും. ആ ജനുവരി 16 ഉത്തരവിൽ എന്താ പറഞ്ഞത്? സർക്കാർ ജീവനക്കാരുടെ DA ഉൾപ്പെടെയുള്ള എല്ലാം അവകാശമല്ല, പാവപ്പെട്ടവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ ഇതെല്ലാം വെട്ടിക്കുറക്കണമെന്ന് ഉത്തരവിറക്കിയ ആളുകളാണ്. ഇവിടുത്തെ കോൺഗ്രസ് സർവീസ് സംഘടന ഉൾപ്പെടെ എല്ലാ സർവീസ് സംഘടനകളും മാസങ്ങളോളം AK ആന്റണിയുടെ ADB നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ഈ നിലപാടിനെതിരെ ഈ ജനുവരി 16 ഉത്തരവിനായിട്ട് കേരളത്തിൽ സമരം നടത്തിയ ഒരു ചരിത്രം ജിൻഡോ ജോണിനെ പോലുള്ള സുഹൃത്തുക്കൾ ഓർമ്മിക്കണം. ചരിത്രത്തിൽ രണ്ടുപേരും പിന്നോട്ടല്ല. ഈ അവകാശവും ഔദാര്യവും ഒക്കെ മാറി മാറി വരും. അവകാശം ഈ സർക്കാർ ഈ നമ്മൾ വോട്ട് ചെയ്ത് സർക്കാരിന് ഉണ്ടാക്കുന്ന പോലെ തന്നെ സർക്കാരിനെ പ്രവർത്തിപ്പിക്കുന്നതും അതും നമ്മൾ തന്നെയാണ്. നമ്മൾ നൽകുന്ന നികുതിദായകരാണ്. ഒരു ആധുനിക സിവിൽ സമൂഹത്തിലെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നികുതിദായകരുടെയും സമ്മതിദായകരുടെയും ഒരു പിന്തുണയോട് കൂടിയാണ് നിലനിൽക്കുന്നത്. അതൊക്കെ പെർസെപ്ഷൻ ആണ്, അത് പ്രാവർത്തികമാകുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, Debate with Madhu Saji.